ഹലോ ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. രാവിലെ തന്നെ അവിയലാണ്, പിന്നെ തേങ്ങയൊക്കെ പൂളി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞു നെത്തോലി നമ്മൾ പൊരിക്കാനായിട്ട് പുരട്ടി വെച്ചു. പിന്നെ കറി വെക്കാനുള്ളത് ഇത് തലേന്നേ വെട്ടി പുരട്ടി വെച്ചതാണ് കേട്ടോ. പിന്നെ നമുക്കുള്ളത് നെത്തോലി കറിക്കുള്ള മീനാണ്. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ കാണിക്കുവാണ്. രാവിലെ ഭയങ്കര ഫ്രഷായിട്ടൊക്കെ എഴുന്നേറ്റാണ്. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം കേട്ടോ. ഇതൊരു അപ്പത്തിനുള്ള മാവായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ വെള്ളം തിളപ്പിച്ച് നമ്മൾ പാത്രമൊക്കെ കഴിയുമ്പം മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് നമുക്ക് നെത്തോലി കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പുറത്തെ പട്ടി ഇടന്ന് കുരയ്ക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടിനകത്ത് വരും. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ അപ്പത്തിന് കറി വെക്കുന്ന കിഴങ്ങ് കറിയാണ് കേട്ടോ. അതിനകത്ത് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളകും ഇട്ട് അങ്ങ് കുക്കറി അടിച്ചിട്ട് കടുക് വറുക്കത്തേ ഉള്ളൂ. ഇടിയും വെട്ടുന്നുണ്ട് കേട്ടോ. എല്ലായിടും ഇപ്പം മഴയൊക്കെ തുടങ്ങിയില്ലേ, ചൂട് കുറഞ്ഞെന്തായാലും. അങ്ങനെ നമ്മളെ കറിയൊക്കെ വേവട്ടെ. അപ്പോഴത്തേക്ക് ചേട്ടൻ പെട്ടെന്ന് തന്നെ ചായ ഇട്ട് തന്നു കേട്ടോ. എനിക്ക് ക്ഷീണം പോലെ വന്ന്, കാരണം ഞാൻ രാവിലെ അങ്ങ് എഴുന്നേറ്റതാണ്. എപ്പോഴും ഇങ്ങനെ കിടക്കാൻ പറ്റുമോ, നമുക്ക് എഴുന്നേറ്റൊക്കെ നോക്കണ്ടേ. അപ്പോഴത്തേക്കൊരു വീഴ്ചയൊക്കെ കഴിഞ്ഞു. അതാണ് ഞാൻ ഒന്ന് എഴുന്നേക്കും. എപ്പോഴാണ് എന്താ സംഭവിക്കുന്നത് ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. ചിലപ്പോൾ നല്ലപോലെ ഇരിക്കും കേട്ടോ, പെട്ടെന്നായിരിക്കും വീണ് വെട്ടൽ പോലെയൊക്കെ വരുന്നത്. അപ്പോൾ അക്കു നമ്മൾ പാലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുവാണ്. പട്ടി ഒരു തരത്തിലും കുര നിർത്തുന്നില്ല. അവിടെ ആളില്ലെന്ന് തോന്നുന്നു കേട്ടോ. അതാ പട്ടിയുടെ കുര കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആരും കാണുന്നില്ലെന്ന് മനസ്സിലായി. എങ്കിലും കുഴപ്പമില്ല, ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും. നിങ്ങളെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ കാണുന്നുണ്ട്. ഞാൻ വോയിസ് നമ്മൾ കമൻ്റ് ഇടുന്നില്ലെന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണോ എന്നറിയത്തില്ല. കൂട്ടുകാരൊക്കെ പോയി, സാരമില്ല. ഞാൻ എന്നാലും വീഡിയോ ഇട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം എനിക്ക് മോട്ടിവേഷൻ ഞാൻ തന്നെയാണ്. അപ്പോഴാണ് നമ്മളെ മീൻകറി ഇങ്ങനെ തിളച്ച് വന്നു. ഇനി അതിനകത്ത് നമുക്ക് നെത്തോലിയും മുരിങ്ങയൊക്കെ കിട്ടും. എനിക്ക് പെട്ടെന്ന് തെറ്റിപ്പോകും കേട്ടോ എല്ലാ കാര്യങ്ങളും. ഒന്നാമതിപ്പം വലിയ ഓർമ്മയൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കിഴങ്ങ് കറി കടുക് വറുത്ത് ഇനി അതിനകത്ത് കുറച്ച് നമ്മൾ തേങ്ങാപ്പാലും കൂടെ ഒഴിക്കും. അപ്പോൾ ഞാൻ വന്ന് സഹായിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ചേട്ടൻ പറഞ്ഞ് പോയിരുന്നോ ഇപ്പോൾ വല്ലാതെ വന്ന് ഇനി വീണ്ടും വീഴണ്ടെന്ന് പറഞ്ഞിട്ട്. എങ്കിലും ഞാൻ വിചാരിച്ച് കുഴപ്പമില്ല, നമുക്ക് നോക്കാം അല്ലേ. നമ്മൾ എന്നും ചേട്ടനെ കൊണ്ടിട്ട് ചെയ്യിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറച്ചൊക്കെ സഹായിക്കാമെന്നും പറഞ്ഞാൽ വന്ന് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് അധിക സമയം നിൽക്കാൻ പറ്റത്തില്ല. എന്താണെന്നറിയില്ല, ദേഹം പെട്ടെന്ന് വിറച്ച് വെട്ടൽ പോലെ വന്ന് അങ്ങനെയൊക്കെ വരും. അങ്ങനെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ എന്നെ പൂട്ടിയിട്ടിട്ടാണ് പോകുന്നത്. എന്താ പറയാനാ, ഒന്നും ചെയ്യാതിരിക്കാം. കാരണം എവിടെയെങ്കിലും ചെന്ന് തലയൊക്കെ ഇടിച്ചാൽ പിന്നെ അവർ തന്നെ നോക്കണ്ടേ. അങ്ങനെ നമ്മളെ കിഴങ്ങ് കറിയൊക്കെ സെറ്റായി വന്ന്. രാവിലെ ഒരു ക്ഷീണവും ചെറിയൊരു വീഴ്ച ഉള്ളായിരുന്നു, വെട്ടൽ വന്നില്ല. അപ്പോൾ അവിയലാണ് കേട്ടോ. അവിയലിന് പിന്നെ അരപ്പ് വിട്ട് ചേട്ടൻ ആ കുക്കറിൽ തന്നെ നമ്മൾ കിഴങ്ങറി മാറ്റിയിട്ട് അതിനകത്ത് തന്നെ വെക്കുക. കാരണം പാത്രമെല്ലാം കഴിവുകൊണ്ട് നമ്മുടെ മോളല്ലേ. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ വീണ്. ഞാൻ പിന്നെ വന്ന് കിടന്നു. പിന്നെ ചേട്ടൻ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്ന് കിടന്നപ്പം മോള് വന്ന് വീഡിയോ എടുത്തത്. അപ്പം ഞാൻ വിചാരിച്ചാൽ അതും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താമെന്ന്. അപ്പോൾ അത് അവിടെ അവിയലൊക്കെ റെഡിയായി. പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ മോളാണ് എടുത്തത് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് ഒരുപാട് സമയമൊന്നും കിടന്നില്ല. അപ്പം മീൻ കറിയൊക്കെ സെറ്റായി, അവിയൽ സെറ്റായി. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ആ തുണിയൊക്കെ തേച്ചിട്ട് നോക്കി, നല്ല രസമല്ലേ തേച്ചിട്ട് വടിയണൊക്കെ ആക്കി വെച്ചേക്കുന്നത്. ഇപ്പം മുമ്പൊന്നും അവളങ്ങനെ തേക്കത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ട്യൂഷന് പോകുന്നുണ്ട്. ഞാൻ തേച്ച് കണ്ട് ഇപ്പം എല്ലാം തേച്ച് നല്ല മിടുക്കിയായിട്ട് ഇട്ടുകൊണ്ട് പോകും. പിന്നെ മുറ്റം തൂപ്പ് തുടങ്ങി. മോൾക്കിപ്പോൾ ശരിക്കും ജോലിയുണ്ട് കേട്ടോ വീട്ടിൽ, ഞാനൊന്നും ചെയ്യാത്തതുകൊണ്ട്. പിന്നെ നമുക്ക് കോർപ്പറേഷനിലെ പൈപ്പൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ പൈപ്പ്. അപ്പോൾ അവരുടെ പൈപ്പ് അവിടെ ഉണ്ട്. 7:30 വരെ വെള്ളം കാണും, പിന്നെ കാണത്തില്ല. പിന്നെ മീനൊക്കെ വറുത്ത്. അപ്പോൾ മീൻ കറിയൊക്കെ നല്ല സെറ്റായി. ഇപ്പം ഞാൻ മീനൊന്നും കൂട്ടാറില്ല. എൻ്റെ അവസ്ഥ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അപ്പച്ചട്ടി വെള്ളം തിളപ്പിച്ച് കളഞ്ഞ് ചേട്ടൻ അപ്പമൊക്കെ ചുട്ടിടുവാണ്. മോളതിൻ്റെ ഇടയ്ക്ക് കഴിക്കാനിരുന്നു. ഇതൊക്കെ പിന്നെ ചേട്ടനാണ് എടുത്തത് കേട്ടോ. ഇടയ്ക്ക് ഞാൻ വന്ന് എഴുന്നേറ്റ് അങ്ങനെ ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ കുറച്ച് വീഡിയോ കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചപ്പോൾ പോകാനുള്ള ഉച്ചയ്ക്ക് വൈകുന്നേരം വരെ ഉണ്ട്. അവൾ ചോറ് കൊണ്ടുപോകത്തില്ല കേട്ടോ, അവൾക്ക് കാപ്പിയാണ് ഇഷ്ടം. അപ്പോൾ നമ്മളെ കുഞ്ഞാവ ഉണ്ടല്ലോ, കുഞ്ഞാവ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പം അവിടെ മോളും ചേട്ടനോടെ പോയായിരുന്നു കേട്ടോ. ഇതിപ്പം ട്യൂഷന് പോകാനുള്ള ഒരുക്കമാണ്. പിന്നെ വന്നതിന് ശേഷം പിന്നെ അവർ പോയി. എൻ്റെ അവസ്ഥ ഏതാണ്ട് ഞാൻ പോയില്ല. എല്ലാവരും പോയി കേട്ടോ. ഞാൻ കുളിച്ചിട്ട് ഒന്നുകൂടെ കിടക്കുന്നു. രാവിലെ ഫിക്സ് വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ വയ്യായികയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞാവെ കണ്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പം മോള് വീഡിയോ എടുത്ത് എനിക്ക് ഇട്ട് തന്നായിരുന്നു. അങ്ങനെ അതാണ്ട് ആശ്രാമം ESAയിലാണ് കേട്ടോ അവർ രണ്ടും അഡ്മിറ്റായി. അവർ മോന് ESA ഉണ്ട്. അപ്പോൾ കുഞ്ഞാവെ കണ്ടോ, കുഞ്ഞാവെങ്ങ് വയ്യാണ്ടായി, കഫമൊക്കെ കൂടി. ഇപ്പം മൂത്തവളെ അഡ്മിറ്റ് ചെയ്ത്, 2 പേരെ അഡ്മിറ്റ് ചെയ്ത്. അങ്ങനെ ഭയങ്കര എന്താ പറയുന്ന കുറച്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മോൾക്ക്. അങ്ങനെ അവൾക്കും വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ താണ്ടേ നമ്മൾ കുഞ്ഞാവ ഇങ്ങനെ കാലിട്ടടിക്കുന്നു. എനിക്ക് കാണാത്തതിൻ്റെ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. അവന് പോകാൻ പറ്റിയില്ലല്ലോ, എന്തോ ചെയ്യാനാ. നമുക്ക് അവിടെ വച്ചിന് വല്ലതും വന്നാൽ പിന്നെ അതും
ആവി ഇഷ്ടമല്ല ഇവിടെ മാസ്ക് നേരെ പിടിച്ച് വെച്ചിട്ട് മരുന്ന് ഒഴിച്ചട്ടെ. ഇപ്പുറത്തെ അല്ലേ കയ്യിലായിരുന്നു ഇഞ്ചക്ഷൻ എടുത്തത്, ഇപ്പൊ ഇപ്പുറത്തോട്ടായിരുന്നു. വേദന എടുക്കുന്നു, എനിക്ക് വേദന എടുക്കുന്നു പറഞ്ഞു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ വീഡിയോ. ഓക്കേ, ബൈ.